നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. യുവക്ഷേത്ര കോളേജിൽ 4 വർഷ UG പ്രോഗ്രാം സെമിനാർ സംഘടിപ്പിച്ചു. മുണ്ടൂർ കാലിക്കറ്റ് സർവകലാശാലയുടെ നേതൃത്വത്തിൽ യുവക്ഷേത്ര കോളേജിൽ 4 വർഷ UG പ്രോഗ്രാം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മഞ്ചേരി NSS കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ടോമി ആന്റണി അധ്യക്ഷനായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ റവ ഡോക്ടർ ജോസഫ് ഓലിക്കൽ കൂനൻ സ്വാഗതവും IQAC കോർഡിനേറ്റർ ശ്രീമതി ശൈലജ മേനോൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സെമിനാറിൽ ഡോക്ടർ സന്തോഷ് കുമാർ വള്ളിക്കാട്ട് ക്ലാസ് എടുത്തു. 2 മാളുണ്ട് അല്ലേ, കുറച്ച് ഫ്ലാറ്റുകളുണ്ട്, 1-2 ഫാക്ടറികളുണ്ട്, വാണിജ്യ കേന്ദ്രങ്ങളുണ്ട്, വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും കുഴപ്പമില്ല, ഈ നാട് വളരെ പുരോഗമിച്ച ഒരു നാടാണ് എന്ന് പറയും എന്ന് നമ്മൾ ധരിക്കണ്ട. ഒരു നാട് പുരോഗമിക്കുന്നത്, ഒരു നാട് അതിൻ്റെ സാംസ്കാരികമായ പരിണതിയിലേക്ക് എത്തിച്ചേരുന്നത് ആ നാട്ടിൽ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവിടെ നിന്ന് എത്ര പേർ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ നാട്ടിൻ്റെ അല്ലെ, ഈ ഒരു പ്രദേശത്തിൻ്റെ വലിയ ഒരു സ്മാരകമാണ്, എന്നും നിലനിൽക്കുന്ന ഒരു ചരിത്ര സ്മാരകമായിരിക്കും ഈ യുവക്ഷേത്ര. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആ 2 വാക്കുകൾ എങ്ങനെ സമന്വയിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശ്രീനാരായണ ഗുരു സത്സംഗ സദസ്സ് സംഘടിപ്പിച്ചു. പാലക്കാട് മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി വർഷവും നാരായണ ഗുരുകുലം മുൻ അധ്യക്ഷൻ ഗുരു ചൈതന്യയതിയുടെ 25ാമത് സമാധി വാർഷികം എന്നിവയോടനുബന്ധിച്ച് പാലക്കാട് ഗുരുകുലം സ്റ്റഡി സർക്കിൾ കൊട്ടേക്കാട് കാളിപ്പാറ ഗുരു മന്ദിരത്തിൽ സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു സത്സംഗ സദസ്സ് പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുകുല സ്റ്റഡി സർക്കിൾ കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു. രാജഗോപാലൻ മാസ്റ്റർ, വി ചന്ദ്രൻ, പി പ്രമീള, ബിന്ദു സുരേഷ്, AK ചന്തം, EV കോമളം, M അഖിലേഷ് കുമാർ, K ബിജേഷ്, രാമസ്വാമി, രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വെറുപ്പിൻ്റെ രാഷ്ട്രീയം ഉയർത്തുന്ന മതവിദ്വേഷങ്ങൾക്ക്, പ്രചരണങ്ങൾക്ക് സൗഹൃദ സദസ്സുകൾ മറുപടിയാകണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രചാരകരെ സ്മരിക്കുന്നതിലൂടെ ധർമ്മപ്രചരണം സാധ്യമാകുമെന്നും ഇത്തരം സത്സംഗ സദസ്സുകൾ തുടർന്നും സംഘടിപ്പിക്കുന്നതിനും യോഗം തീരുമാനിച്ചു. വളരെ അച്ചടക്കത്തോടുകൂടി വളരെ ഭംഗിയായി തന്നെ യോഗം നടന്നതായി സംഘാടകർ അറിയിച്ചു. ഏറ്റവും മികച്ച കോസ്മെറ്റോളജി സെൻറ്റർ ഇനി പാലക്കാടിന് സ്വന്തം. പാലക്കാട് കോഴിക്കോട് ബൈപ്പാസിലെ യുമേഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കോസ്മെറ്റോളജി സെൻറ്റർ പ്രശസ്ത ഗായകൻ ഉണ്ണി മേനോൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഡ്രൈ 1 ഡേ എടുത്തുകളയാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് മദ്യനിരോധന സമിതി ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. AK സുൽത്താൻ ഉദ്ഘാടനം ചെയ്തു.